ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബോ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 19 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസാണ്. ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അറ്റത്തായിട്ട് 1.5 ഇഞ്ച് മുകളിലായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മടങ്ങിയിരിക്കുന്ന ആ ഭാഗത്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നിന്ന് ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒരു കർവ് വരച്ച് കൊടുക്കുക. ബോയുടെ അടിഭാഗം പ്ലെയിൻ ആയിട്ടല്ല, സ്ക്വയർ ഷേപ്പിലൊക്കെ വരുന്നത് ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കർവ് പോലെ വരച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രണ്ടും ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അറ്റത്തായിട്ട് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ സ്ക്രഞ്ചി തയ്ച്ചപ്പോഴും തയ്യൽ തുമ്പ് പോകുമല്ലോ, ആ ഭാഗത്ത് നമ്മളൊരു പേന കൊണ്ട് വരച്ചു കൊടുത്തായിരുന്നു. ഇതിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു അളവിൽ സ്ഥലം വിട്ടിട്ടാണ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഡാർക്ക് കളർ തുണിയായതുകൊണ്ടാണ് വരച്ചാലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ തയ്യൽ തുമ്പ് പോകാനുള്ള സ്ഥലം വിട്ടിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാനിവിടെ ഒരു ചെറിയ ചെടിയായിട്ടാണ് ചെയ്യുന്നത്. പിക്ചർ ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിൽ വരച്ചാലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വരച്ചു കൊടുക്കാത്തത്. ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ തണ്ടും ചെയ്തെടുക്കുന്നുണ്ട്, 2 ഇലയും വെക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് ഞാൻ ഇത്രയും ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്തെടുക്കാം. 2 ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ സൂചി ഒന്ന് കുത്തി കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 കുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നടുക്ക് വരുന്നത് കുറച്ചുകൂടെ ഹൈറ്റിൽ കുത്തിപ്പൊക്കി കൊടുക്കുക. സൈഡിൽ രണ്ടും വരുന്നത് കുറച്ച് താത്തി കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ഡിസൈനായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഈ 3 ഇതുപോലെ ചെയ്തെടുത്തില്ലേ, അതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ഫുള്ളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലൈറ്റ് പിങ്ക് കളറിലുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത തുണിക്ക് ചേരുന്ന കളറിലുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം എൻ്റെ കയ്യിൽ എംബ്രോയ്ഡറി ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പാടാണ് കാണിക്കാനായിട്ട്. സൂചിയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ പൊക്കിയെടുത്ത സ്ഥലത്ത് തന്നെ കുത്തി കൊടുത്താൽ മതി.
ഇതുപോലെ നമ്മൾ ഈ ചെയ്ത 3 സ്റ്റെമ്മുമില്ലേ അതിന് ചുറ്റും ഫുള്ളും നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചെയ്ത് കാണിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഫുള്ളും ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോ സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വേണം മടക്കിയിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ ഒരു വീതിയിൽ നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ നടുക്ക് ഈ കുറച്ച് സ്ഥലമാണ് വിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം വിട്ട് കൊടുക്കാം. നടുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബോ കെട്ടുമ്പോൾ ആ സ്ഥലം ഉള്ളിലോട്ടായി പോകും. അപ്പോൾ ആ നടുക്ക് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നടുക്കത്തെ ആ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇനി ഈ ഭാഗം വഴി നമുക്ക് ഈ തുണി മറിച്ചെടുക്കാം. ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്ത് കഴിഞ്ഞ് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ബോ കെട്ടുമ്പോൾ ആ ഭാഗം ഉള്ളിലായി പൊക്കോളും. ഇനി ഇതുപോലെ 2 വിരൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബോ കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നമുക്ക് ബോ കെട്ടിയെടുക്കാം. കെട്ടുമ്പോൾ നല്ലപോലെ ടൈറ്റാക്കി കെട്ടാൻ ശ്രദ്ധിക്കുക. കെട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തോരം നീളം വേണോ അത്രയും ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെയ്ത പോലെ തന്നെ ബോ ഉണ്ടാക്കിയിട്ട് ഒരു ബുഷിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമ്മൾ ബോ കെട്ടുന്നതിന് മുൻപ് റിബൺ പോലെയായിരുന്നല്ലോ ഇരുന്നത്. അതുപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയും ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.